കണ്ണില്ലാണ്ടാവുമ്പോഴാണ് കണ്ണിന്റെ വില അറിയണോ എന്ന് പറയുന്ന പോലെ പൂച്ചില്ലാണ്ടാവുമ്പോഴാണ് പൂച്ചയുടെ വില അറിയുള്ളൂ. ഞാനിപ്പോൾ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്ന ഒരു പൂച്ച. അവളൊരു തനി നാടനായിരുന്നു കേട്ടോ. അവളെ പേര് കിങ്ങണിന്നായിരുന്നു. അവൾ എന്നും എപ്പോഴും ഇവിടെയാണ് ഇരിക്കാറ്. ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഉമ്മാർത്ത് അവൾ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കും. സത്യത്തിൽ ഇവളുടെ അമ്മേനായിട്ടായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ കമ്പനി. ഇവളെ പ്രസവിച്ചപ്പോൾ ഞങ്ങളുടെ അവിടെ ഇട്ടിട്ട് പോയതാണ് ഇവളുടെ അമ്മ. ആദ്യം ഇവള് കുറച്ച് പേടിച്ചെങ്കിലും പിന്നീട് എൻ്റെ അമ്മേനായിട്ട് കുറച്ച് നല്ല ബോണ്ട് ഇവളുണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ ഇവളിത്തിരി കമ്പനിയായത്. പക്ഷെ ഇവൾക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മേനെയാണ്. ഇവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് പിന്നാലെ പോണതാണ്. പക്ഷെ രാത്രി ഞാൻ ഇങ്ങനെ എക്സാമിന് പഠിക്കുന്ന ടൈമിലൊക്കെ ഇവൾ എൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. ഇവള് കൂടുതൽ ഇരിക്കുക എൻ്റെ ബുക്കിന്റെ മേലെയാണ്. എല്ലാ പൂച്ചകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ബുക്കിന്റെ മേലെ ഇരിക്കുന്നത് ഇവറ്റങ്ങളുടെ സ്ഥിര ഹോബിയെന്ന് തോന്നുന്നു. സത്യത്തിൽ ഞാൻ അങ്ങനെ പൂച്ചപ്രേമി ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇവളുടെ ഇരിപ്പ് ഞാനിപ്പോൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഇരിക്കണം ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇവളിപ്പോൾ കാണാനില്ല. ഇവൾ എവിടെ പോയി കിടക്കുകയാണെന്ന് തമ്പുരാനറിയും. സത്യത്തിൽ ഇവൾ പോകാനായിട്ട് മുമ്പ് ഞാൻ ഇവളെ കുറിച്ചൊരു ഡിപ്രഷൻ റീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.9K വ്യൂസ് വരെ എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ പെണ്ണ് ശരിക്കും ഡിപ്രഷനിലായിരുന്നു. അപ്പോൾ